ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ആളുകൾ പലതരമാണ്. ആളുകളുടെ അനുഭവങ്ങളും പലതരമാണ്. ഈ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന കാര്യത്തിലും ആളുകൾ പലതരം സ്വഭാവക്കാരാണ്. ചില ആളുകൾ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നും മറ്റുള്ളവർക്കുണ്ടായ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. മറ്റു ചില ആളുകൾ സ്വയം അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ സ്വന്തം അനുഭവത്തിൽ നിന്നും പഠിക്കും. മൂന്നാമത്തെ കൂട്ടർ സ്വയം അനുഭവം ഉണ്ടായാലും എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായാലും അതിൽ നിന്നൊന്നും പഠിക്കാതെ വീണ്ടും വീണ്ടും അതേ അനുഭവങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മൂന്ന് തരത്തിലുള്ള ആളുകളെ പറ്റിയാണ്. അതോടൊപ്പം എങ്ങനെയാണ് അനുഭവങ്ങളിൽ നിന്നും പഠിക്കേണ്ടത് എന്നും നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ഈ മൂന്ന് കാറ്റഗറി ആളുകളിൽ മൂന്നാമത് പറഞ്ഞ ആളുകളെ പറ്റി ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എത്ര അനുഭവം വന്നാലും പഠിക്കാത്തവർ. അവരുടെ ജീവിതത്തിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുപോലെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നടപടികൾ എടുക്കാതെ വരികയും വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വരികയും അവരുടെ തന്നെ സമാധാനം കളയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുകയും ചെയ്യുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം. പണം ആളുകൾക്ക് കടം കൊടുക്കുന്നത് നമ്മൾ മിക്കവരും ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ നല്ലൊരു കാര്യവുമാണ്. അടുപ്പമുള്ളവരും അല്ലെങ്കിൽ അറിയുന്നവരും പണത്തിന് അത്യാവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ ബാങ്കുകളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ പോയി പൈസ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിലോ അല്ലാത്ത സാഹചര്യങ്ങളിലോ ഒക്കെ ഒരാൾ സഹായം ചോദിക്കുന്ന സമയത്ത് പണം കടം കൊടുത്ത് സഹായിക്കും. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ച് അയാൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസയാണ്, അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസയാണ്. ഇതിൽ നിന്നാണ് മറ്റൊരാൾ അത്യാവശ്യം പറയുമ്പോൾ, അവരുടെ ബുദ്ധിമുട്ട് പറയുമ്പോൾ പണം എടുത്ത് നൽകുന്നത്. പണം കടം കൊടുത്തിട്ടുള്ളവർക്ക് അറിയാം, മിക്കവാറും സാഹചര്യങ്ങളിൽ പണം വാങ്ങുമ്പോൾ വളരെ മര്യാദയും സ്നേഹത്തോടെയും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ അതിനുശേഷം നിശ്ചിത സമയത്തിന് ശേഷം പൈസ തിരിച്ചു തരും എന്നായിരിക്കും ഇവർ പറയുന്നത്, കടം വാങ്ങുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ ആ ഒരു ടൈം കഴിയുന്നു, അതിനുശേഷം അവർ പൈസ നൽകുന്നില്ല, അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് പൈസയുടെ ആവശ്യമുള്ളതിനാൽ നമ്മൾ പൈസ തിരികെ ചോദിക്കുന്നു, അവർ തരുന്നില്ല. വീണ്ടും ചോദിക്കുന്നു, നമ്മുടെ ദയനീയാവസ്ഥ പറയേണ്ടി വരുന്നു. നമുക്ക് ഇന്ന ആവശ്യത്തിനാണ്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി ഇന്ന സാധനം മേടിക്കാൻ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ, അല്ലെങ്കിൽ EMI അടയ്ക്കാൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ എനിക്ക് പൈസ ആവശ്യമുണ്ട്, ദയവ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ പൈസ തിരികെ തരുമോ എന്ന് വരെ ചോദിക്കേണ്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ചിലപ്പോൾ പൈസ തിരികെ കിട്ടാം, അല്ലെങ്കിൽ അത് എന്നേക്കുമായി നഷ്ടപ്പെടാം. അതോടൊപ്പം കടം കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ പണം നൽകിയ വ്യക്തിയുമായിട്ടുള്ള, അത് സുഹൃത്തോ ബന്ധുവോ അയൽക്കാരനോ ആരെങ്കിലും ആകാം, അവരുമായിട്ടുള്ള ബന്ധം നശിക്കുകയും ചെയ്യുന്നു. ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അവശ്യഘട്ടങ്ങളിൽ പണം കൊടുത്ത് സഹായിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെങ്കിലും നമ്മുടെ തന്നെ സാമ്പത്തിക സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുകയും നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ പോലും നടക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി ആളുകൾ എല്ലാവർക്കും പണം കൊടുത്ത് സഹായിക്കാൻ റെഡിയാണ്. സ്വന്തം ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ പോലും അവർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ കടം കൊടുത്ത് സഹായിക്കുന്നു. അതിനുശേഷം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി ആളുകളെ നോക്കാം. അവർക്കുണ്ടായ ഒന്നോ രണ്ടോ സ്വന്തം അനുഭവത്തിലൂടെ അവർ പഠിക്കുന്നു. ഈ ഒരു ഉദാഹരണം തന്നെ നോക്കിയാൽ, അവർ ആളുകൾക്ക് കടം കൊടുക്കുന്നു, സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ തവണ കൊടുത്തു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അടുത്തതായി അവർ എന്ത് ചെയ്യും? അവർ വളരെ കെയർഫുൾ ആയിരിക്കും. പണം തിരികെ കിട്ടുമെന്നുള്ള ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും പണം കൊടുക്കുന്നത്. അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്ത ആളാണെങ്കിൽ അവർ ആദ്യമേ തന്നെ പറയും, പൈസ ഇല്ല, അയ്യോ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ കയ്യിൽ തൽക്കാലം പണമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, അവർ വലിയൊരു തുകയായിരിക്കും ചോദിക്കുന്നത്. അത് ചോദിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചെറിയ തുക നൽകുക, 500 രൂപയോ 1000 രൂപയോ, അത് നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്. നമുക്ക് ആ തുക തിരികെ തന്നില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് തിരികെ കിട്ടാത്ത സംഭാവനകൾ കൊടുക്കാറുണ്ട്, ആളുകൾക്ക് സഹായം കൊടുക്കാറുണ്ട്. ആ ഒരു രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ട് അവർക്ക് ചെറിയൊരു തുക കൊടുത്തേക്കുക. അങ്ങനെയുള്ള സഹായം ചെയ്യാം. രണ്ടാമത് പറഞ്ഞ കാറ്റഗറി ആളുകൾ ചെയ്യുന്നത് സ്വയം ഉണ്ടായ ഒന്നോ രണ്ടോ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നു. ഇനി അടുത്ത കാറ്റഗറി ആളുകൾ, ഒന്നാമത്തെ കാറ്റഗറി ആളുകൾ, അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർ മറ്റുള്ളവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ആണ് ജീവിക്കാൻ പഠിക്കുന്നത്. ഈ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റു പലർക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. മുൻപും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും അവർ പാഠങ്ങൾ പഠിക്കുന്നു. മറ്റൊരാൾക്ക് പണം കടം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയും ഇതുതന്നെയായിരിക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റുള്ളവർക്ക് അവർക്ക് ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നൽകി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകാം. അതുകൊണ്ട് അവർ ആദ്യമേ തന്നെ പ്രിക്കോഷൻ എടുക്കുന്നു. രണ്ടാമത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവർ ആദ്യമേ ചെയ്യുന്നു. ഒന്നെങ്കിൽ പൈസ ഇല്ലെന്ന് പറയുന്നു,
അല്ലെങ്കിൽ അവർക്ക് നൽകാൻ പറ്റുന്ന ചെറിയൊരു തുക സംഭാവന പോലെ അവർക്ക് നൽകുന്നു, അല്ലെങ്കിൽ പണം തിരികെ കിട്ടും എന്ന് ഉറപ്പുള്ള കാറ്റഗറി ആളുകൾക്ക് മാത്രം ഇവർ പണം കൊടുക്കുന്നു. കാരണം ഇവർ അനുഭവങ്ങളിലൂടെ പഠിക്കാൻ തയ്യാറല്ല, അവർക്ക് ബുദ്ധി കൂടുതലാണ്, അവർ മിടുക്കന്മാരാണ്, അവർ മറ്റുള്ളവർക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അനുഭവങ്ങൾ പലതരത്തിലായിരിക്കും പല ആളുകൾക്കും ഉണ്ടാകുന്നത്. സാധിക്കുമെങ്കിൽ അനുഭവങ്ങൾ, ഇതുപോലെയുള്ള നെഗറ്റീവ് അനുഭവങ്ങളിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഏതെങ്കിലും മാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. മണ്ടത്തരങ്ങൾ ജീവിതത്തിൽ പറ്റാതിരിക്കാൻ ശ്രമിക്കുക. അബദ്ധങ്ങൾ പറ്റിയതിനു ശേഷം വിഷമിച്ചതുകൊണ്ട് പറ്റിയ അബദ്ധങ്ങൾ ഇല്ലാതാകുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക മാത്രമേ നമുക്ക് ഇനി ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് പരമാവധി മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക. 1-2 തവണ അബദ്ധങ്ങൾ സംഭവിക്കാം, പക്ഷേ 10, 20, 30, 40 തവണ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ശ്രമിക്കുക. സന്തോഷവും സമാധാനവും തകർക്കുന്ന, ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തകർക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ പ്രിക്കോഷൻസ് എടുക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇന്ന് 3 കാറ്റഗറി ആളുകളെ പറ്റി പഠിച്ചു. നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്നും ആദ്യത്തെ കാറ്റഗറിയിലേക്ക്, മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന കാറ്റഗറിയിലേക്ക് വരാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വന്തം അനുഭവത്തിൽ നിന്നെങ്കിലും പഠിക്കുന്ന കാറ്റഗറിയിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. എത്ര നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായാലും വീണ്ടും വീണ്ടും അതേ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നും മാറാൻ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക, പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. ബി ഹാപ്പി. ഓൾ ദി ബെസ്റ്റ്.